blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് എല്ലാവരും ചേർന്ന് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത ഇതിൻ്റെ പിന്നിൽ സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ചവർക്ക് വേണ്ടി ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ കൊച്ചിയിൽ നിന്നുള്ള അഭിഷേകിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ബർത്ത്ഡേ മെയ് 28-നായിരുന്നല്ലോ കർത്താവേ. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ അഭിഷേക്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, തൻ്റെ സ്റ്റഡീസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വളരെ കോൺസെൻട്രേഷനോടുകൂടെ തനിക്ക് പഠിക്കുവാനും, കർത്താവ് താൻ 9th സ്റ്റാൻഡേർഡിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതുകൊണ്ട് വളരെ ഫോക്കസ് ചെയ്ത് പഠിക്കാനും ഫോക്കസ് ചെയ്ത് ഫ്യൂച്ചറിലേക്ക് പോകാനും കർത്താവെ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിച്ച് തന്നെ ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു. 4-ാം ചിറയിൽ നിന്ന് ജോയ് വർഗീസിനായി പ്രാർത്ഥിക്കുന്നു. തനിക്ക് കൂടുതൽ കോൺട്രാക്റ്റ് വർക്കുകൾ ലഭിക്കുവാൻ, അതുപോലെ അവരുടെ ഹോസ്റ്റൽ ബിസിനസ് ഏറ്റവും അനുഗ്രഹിക്കപ്പെടാൻ കർത്താവ് സഹായിക്കണമേ. 2 മക്കളുടെയും വിദ്യാഭ്യാസത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വളരെ നല്ലൊരു ഭാവിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, ഈ സമയത്ത് ഞങ്ങൾ ചേർന്ന് ഈ 2 വ്യക്തികളെയും കുടുംബങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അടിമാലി ജൂൺ 10 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. പഞ്ചായത്ത് ടൗൺ ഹാൾ, അടിമാലി. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കട്ടപ്പന ജൂൺ 11 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, കട്ടപ്പന. Today I'm going to speak to you about the battlefield of the mind. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മനസ്സിന്റെ യുദ്ധക്കളത്തെക്കുറിച്ചാണ്. In the world history, we have seen a lot of wars and battles. നമ്മൾ ലോക ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ലോകത്തിൽ ഒത്തിരി യുദ്ധങ്ങൾ നടന്ന് നമുക്കറിയാം. Small battles and big wars. ചെറിയ യുദ്ധങ്ങളും വലിയ യുദ്ധങ്ങളും നടന്നിട്ടുണ്ട്. But the Bible is speaking about another battle and war. എന്നാൽ ബൈബിൾ മറ്റൊരു രീതിയിലുള്ള ഒരു യുദ്ധത്തെ പറ്റി പ്രതിപാദിക്കുകയാണ്. If you have your Bible, just turn it to 2 Corinthians chapter number 10. അതുകൊണ്ട് നമുക്ക് 2 കൊരിന്ത്യർ അതിന്റെ 10-ാം അധ്യായത്തിലേക്ക് നമുക്കത് വായിക്കാം. Verse number 3, 4 and 5. അതിന്റെ 3, 4, 5 വാക്യങ്ങൾ. For though we live in this world, in the world, we do not wage war as the world does. ഞങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നവരെങ്കിലും ലോകരെ പോലെ പോരാടുന്നവരല്ല. The weapons we fight with are not the weapons of the world. On the contrary, they have divine power to demolish strongholds. പോരാട്ടത്തിനുള്ള ഞങ്ങളുടെ ആയുധങ്ങൾ ജഡീകമല്ല, നേരെ മറിച്ച് കോട്ടകളെ തകർത്ത് കളയുവാൻ തക്ക ദിവ്യ ശക്തിയുള്ളവയാണ്. Verse number 5, we demolish arguments and every pretension that sets itself up against the knowledge of God, and we take captive every thought to make it obedient to Christ. 5-ാമത്തെ വാക്യം, ദൈവപരിജ്ഞാനത്തിനെതിരായി ഉയർന്നു വരുന്ന എല്ലാ വാദമുഖങ്ങളെയും ഉന്നത ഭാവങ്ങളെയും ഞങ്ങൾ ഇടിച്ചു കളയുകയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി ഏത് ചിന്തയും കീഴടക്കുകയും ചെയ്യുന്നു. If you study this portion very well, ഈ ഭാഗങ്ങൾ നമ്മൾ വളരെ വ്യക്തമായി പഠിക്കുകയാണെങ്കിൽ Paul is speaking about a special kind of battle. പൗലോസ് ഇവിടെ ഒരു വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു യുദ്ധത്തെ പറ്റിയാണ് പറയുന്നത്. How many of you are listening to me? നിങ്ങൾ എത്ര പേര് എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്? Make some noise here. അങ്ങനെയുള്ളവർ കൈകൾ ഉയർത്തി എന്തെങ്കിലുമൊക്കെ ശബ്ദം ഉയർത്തിയാലോ? Hallelujah. Hallelujah. So this portion is speaking about a special kind of battle, and the battleground is our mind. ഈ ഭാഗം ഒരു പ്രത്യേക തരത്തിലുള്ള യുദ്ധത്തെ പറ്റിയാണ് പറയുന്നത്. ആ യുദ്ധം നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. Hallelujah. Hallelujah. So as I told you, in the world history there have been a lot of
battlegrounds. ഈ ലോക ചരിത്രം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒത്തിരി യുദ്ധഭൂമികളെ പറ്റി നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. India Pakistan border, Kargil and many other places are constantly being used as battlegrounds. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെ അതിർത്തി പ്രദേശങ്ങളിലും കാർഗിൽ പോലെയുള്ള സ്ഥലങ്ങളിലും അവിടെ നിരന്തരമായ യുദ്ധങ്ങൾ നടക്കുന്നത് നമ്മൾക്ക് അറിയാൻ കഴിയുന്നതാണ്. And we even hear about Star Wars. നമ്മൾ സ്റ്റാർ വാർസിനെ പറ്റി നമ്മൾ കേൾക്കാറുണ്ട്. So that is going to be the battleground, the Star Wars. It will be in the outer space. ആ യുദ്ധം എന്ന് പറയുന്നത് അത് ബഹിരാകാശത്ത് നടക്കുന്ന യുദ്ധത്തെ പറ്റിയാണ് അത് പ്രതിപാദിക്കുന്നത്. But look at me. In every person's mind, a war or a battle is going on. എല്ലാ മനുഷ്യന്റെയും മനസ്സിനകത്ത് ഒരു യുദ്ധം അത് നടക്കുന്നതാണ്. So Paul is saying we are fighting this battle in a different way. പൗലോസ് ഇവിടെ പറയുന്നു നമ്മൾ ഈ യുദ്ധം നേരിടുന്നത് അത് വേറൊരു രീതിയിലാണ്. We are using different weapons. അതിന് ഉപയോഗിക്കുന്ന ആയുധങ്ങളും അത് വ്യത്യസ്തങ്ങളാണ്. Now write this and listen to this. The victory of a person is the victory in his thought realm. നിങ്ങൾ ഇത് എഴുതിയെടുക്കുക, ശ്രദ്ധിക്കുക. ഒരു വ്യക്തിയുടെ വിജയം എന്ന് പറയുന്നത് അവൻ്റെ ബുദ്ധിമണ്ഡലത്തിൽ അവൻ നേടിയെടുക്കുന്ന വിജയമാണ്. Say it again. ഒരു വ്യക്തി നേടുന്ന വിജയം എന്ന് പറയുന്നത് അവൻ്റെ ചിന്തകളിൽ അവൻ നേടുന്ന വിജയമാണ്. In other words, in every person's thought realm, a battle is going on. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ ചിന്താ മേഖലയിൽ, ചിന്താ മണ്ഡലത്തിൽ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. Some thoughts, some sinful thoughts come to make us an addict or a victim to sin, our sinful nature. ചില ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്ന് അത് നമ്മളെ കീഴ്പ്പെടുത്തി അത് നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്നതിന് അത് ഉതകുന്നതാണ്. But at the same time, the Holy Spirit is coming up. Godly thoughts are coming up and helping us not to do that. അതേ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ അടുക്കിലേക്ക് വരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. എന്നിട്ട് നമ്മളെ ആ പാപം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. Many men in their thought realm are tempted to drink alcohol. ഒത്തിരി ആളുകളും അവരുടെ ചിന്താ മണ്ഡലത്തിൽ അവർ ആ മദ്യപാനത്തിലേക്ക് പോകുന്നതിന് വേണ്ടി അവർക്ക് പ്രേരണ ഉണ്ടാകാറുണ്ട്. Or they are tempted in their thought realm to smoke. അല്ലെങ്കിൽ അവർ പുകവലിക്കുന്നതിന് വേണ്ടി അവരുടെ ചിന്താ മണ്ഡലത്തിൽ അവർക്ക് തോന്നലുകൾ ഉണ്ടാകാറുണ്ട്. To use some drugs. അത് മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി, to engage in some sinful activities. മറ്റ് പാപത്തിന്റെ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിന് വേണ്ടി അങ്ങനെയുള്ള ചിന്തകൾ വരാറുണ്ട്. Always remember one thing: before you do something physically with your body, the thought or the concept or the idea comes in the thought realm. നിങ്ങൾ ശാരീരികമായി നിങ്ങളുടെ ശരീരം കൊണ്ട് എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിന് മുൻപ് അതിൻ്റെ ആശയം ആദ്യമേ വരുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ അകത്താണ്. Hallelujah. ഹല്ലേലൂയ. If a person can overcome in this mental battle, he will be an overcomer. അതുകൊണ്ട് ഈ യുദ്ധം, ഈ മാനസികമായ തലത്തിൽ നടക്കുന്ന ഈ യുദ്ധത്തെ ജയിക്കുവാൻ ഒരു വ്യക്തിക്ക് കഴിയുകയാണെങ്കിൽ ആ വ്യക്തി ജയാളിയായി മാറുകയാണ്. That's why I told you the victory of a person is the victory that is won in his mind. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു വ്യക്തിയുടെ ജയം എന്ന് പറയുന്നത് ആ വ്യക്തി തൻ്റെ മനസ്സിൽ നേടിയെടുത്ത ജയമാണ്. You shout a big hallelujah. കൈകൾ ഉയർത്തി ഒരു വലിയ ഹല്ലേലൂയ പറയാമോ? One more hallelujah. ശബ്ദത്തിൽ ഒരു ഹല്ലേലൂയ കൂടെ. When we read Revelation chapter number 2 and chapter number 3, വെളിപ്പാട് പുസ്തകം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം നമ്മൾ we വായിക്കും. read about 7 messages to 7 churches. അവിടെ നമ്മൾ 7 സഭകൾക്കുള്ള 7 സന്ദേശങ്ങളെ പറ്റി വായിക്കുന്നതാണ്. Jesus is giving wonderful promises to every church. അവിടെയുള്ള ഓരോ സഭകൾക്കും യേശു കർത്താവ് വലിയ മനോഹരമായ വാഗ്ദാനങ്ങൾ തരികയാണ്. But when Jesus is giving these promises, he especially says, I will give so and so reward to those who are overcomers. ഈ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ യേശു കർത്താവ് പറയുകയാണ്, ജയാളിയായി മാറുന്ന ആളുകൾക്ക് ഞാൻ ചില അനുഗ്രഹങ്ങൾ തരുമെന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. Hallelujah. ഹല്ലേലൂയ. That is something conditional. If only you are an overcomer, Jesus will give you
this reward. അത് വളരെ വ്യവസ്ഥകൾക്ക് അധിഷ്ഠിതമായിട്ടാണ് യേശു കർത്താവ് പറയുന്നത്. നീ ആ കാര്യത്തെ ജയിക്കുകയാണെങ്കിൽ ഇന്നിനുള്ള അനുഗ്രഹങ്ങൾ, ഇന്നിനുള്ള അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ്. One more hallelujah. കൈകൾ ഉയർത്തി ഒരു വലിയ ഹാലേലൂയ പറഞ്ഞാലും, Bigger hallelujah. ശബ്ദം ഉയർത്തി വലിയ ഹാലേലൂയ. Now listen to this. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാലും, We all know that Jesus won the battle on the cross of Calvary. നമുക്ക് എല്ലാവർക്കും അറിയാം യേശു കർത്താവ് കാൽവരി ക്രൂശിന്മേൽ താൻ യുദ്ധം ജയിച്ചത് നമുക്കറിയാവുന്നതാണ്. When we read Colossians chapter number 2, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം നമ്മൾ വായിക്കും. we read about how Jesus won the battle with Satan and his forces on the cross of Calvary. കൊലോസ്യർക്ക് 2-ാം അധ്യായം നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയും യേശു കർത്താവ് എങ്ങനെയാണ് കാൽവരി ക്രൂശിൽ സാത്താനെയും അവന്റെ സൈന്യത്തെയും തോൽപ്പിച്ചത്. വിവിധങ്ങൾ നമ്മൾക്കറിയാൻ കഴിയുന്നതാണ്. Jesus had a complete and absolute victory over all the evil forces, and even Jesus made them a public spectacle. യേശു കർത്താവ് കാൽവരി ക്രൂശിന് മേൽ സമ്പൂർണമായ വിജയം സാത്താന്റെയും അവന്റെ സൈന്യത്തിന്റെ നേരെയും നേടുകയും അവരെ എല്ലാം ഒരു പരസ്യ കോലവും ആക്കുകയും ചെയ്തത് നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. But the previous night something happened. എന്നാൽ അതിന്റെ തലേ ദിവസം ചില കാര്യങ്ങൾ അവിടെ നടക്കുകയാണ്. Where was Jesus the previous night? അന്ന് യേശുവിനെ ക്രൂശിച്ചതിന്റെ തലേ ദിവസം യേശു കർത്താവ് എവിടെയായിരുന്നു? He was in the garden of Gethsemane. യേശു കർത്താവ് ഗെത്സമന തോട്ടത്തിലായിരുന്നു. What was he doing there? അവിടെ എന്താണ് യേശു കർത്താവ് ചെയ്തുകൊണ്ടിരുന്നത്? Who can tell me? നിങ്ങൾ പറയാമോ? In the garden of Gethsemane, what was he doing? എന്താണ് യേശു കർത്താവ് ഗെത്സമന തോട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്? Why did he go to the garden of Gethsemane? എന്തിനാണ് യേശു കർത്താവ് ഗെത്സമന തോട്ടത്തിലേക്ക് പോയത്? To rest and relax for some time? കുറച്ച് സമയം ആസ്വദിച്ച് വിശ്രമിക്കുന്നതിന് വേണ്ടിയാണ്. Because it was a very good olive grove. കാരണം അത് നല്ലൊരു ഒലിവിന്റെ ഒരു തോട്ടമാണ്. Was that the intention of Jesus going there? അത് യേശുവിന് അവിടെ ഒരു റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയാണ് അവിടെ യേശു കർത്താവ് പോയത്. Oh, Jesus went there to pray with his disciples. യേശു കർത്താവ് പോയത് തന്റെ ശിഷ്യന്മാരോടൊത്ത് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്. We know history. All the disciples slept off. നമുക്കറിയാം അവിടെ ചരിത്രം അറിയാം, എല്ലാ ശിഷ്യന്മാരും അവിടെ ഉറങ്ങിപ്പോയി. But Jesus alone was praying and praying and praying. എന്നാൽ യേശു കർത്താവ് മാത്രം അവിടെ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. What did Jesus pray? യേശു കർത്താവ് എന്താണ് പ്രാർത്ഥിച്ചത്? Jesus prayed, Father, if there is any possibility, take this cup away from me. യേശു കർത്താവ് അവിടെ പ്രാർത്ഥിച്ചത്, പിതാവേ, എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ. And after that Jesus prayed, Lord, Father, it's not my will, let thy will be done in my life. അതിനുശേഷം യേശു കർത്താവ് പറയുകയാണ്, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറണമേ. What do you understand? അതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? Jesus was even tempted to move away from carrying the cross and dying for us. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു കർത്താവ് തൻ്റെ ക്രൂശ് എടുക്കുന്നതിൽ നിന്നും നമുക്ക് വേണ്ടി മരിക്കുന്നതിൽ നിന്നും അതിൽ നിന്ന് തൻ്റെ ആ ഉദ്ദേശത്തിൽ നിന്ന് മാറിപ്പോകുന്നതിന് വേണ്ടി തനിക്ക് പരിശോധനകൾ, പ്രേരണകൾ വന്നു. In other words, in the mind of Jesus, a great battle was going. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ യേശുവിൻ്റെ മനസ്സിനകത്ത് ഒരു വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. On one side, he wanted to go away or escape from that crucifixion. ഒരു വശത്ത് യേശു കർത്താവിന് ആ ക്രൂശീകരണത്തിൽ നിന്ന് അവിടുന്ന് മാറിപ്പോകുവാൻ ഒരു പിടിവലി നടക്കുകയാണ്. But on the other side, the Holy Spirit was telling him, you are the savior of the world. You have to drink from this cup. അതേ സമയത്ത് പരിശുദ്ധാത്മാവ് ഒരു വശത്ത് പറയുകയാണ്, നീയാണ് ലോകത്തിൻ്റെ രക്ഷകൻ, നീ ഈ കപ്പിൽ നിന്ന് തീർച്ചയായും കുടിക്കേണ്ടതാകുന്നു. നല്ല വ്യക്തികളിൽ നിന്ന് നല്ല സമൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഒരു നല്ല സമൂഹത്തിൽ നിന്നാണ് നല്ല രാഷ്ട്രങ്ങളും ജനതകളും ഉളവാകുന്നത്. ഒരു നല്ല വ്യക്തിയായി തീരുവാൻ നമുക്കാവശ്യമായത് ഒരു മാറ്റമാണ്. കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പ്രത്യാശയുടെയും വിടുതലിന്റെയും പ്രകാശമാനമായ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ആ മാറ്റത്തിനായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഡെലിവറൻസ് ക്ലിനിക് 2016. ജൂൺ 14, 15, 16 തീയതികളിൽ രാവിലെ 9 മണി മുതൽ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വച്ച്
ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ടീമും ശുശ്രൂഷിക്കുന്നു. നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുവാനായി വിളിക്കുക 0484422101. സഹോദരിയുടെ പേര് മഞ്ജു. കുറച്ച് മാസങ്ങളെ തൻ്റെ കുഞ്ഞിന് പ്രായമായിട്ടുള്ളൂ. ഈ കുഞ്ഞ് ജനിക്കുന്ന സമയം വരെ ഇവർ ബ്ലെസ്സിങ് ടുഡേ ടി പ്രോഗ്രാം കാണുന്നവരായിരുന്നില്ല. ഇവർ ബ്ലെസ്സിങ് ടുഡേ ടി പ്രോഗ്രാമിനെ കുറിച്ച് അവർക്ക് ഒത്തിരി അറിയാനും പാടില്ലായിരുന്നു. ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷം 45 ദിവസമായ അന്ന് പെട്ടെന്ന് ഈ കുഞ്ഞ് ഈ കാലിട്ടിങ്ങനെ അടിക്കാൻ തുടങ്ങി, ഇങ്ങനെ ശക്തിയായിട്ട് കാലിട്ട് അടിക്കാൻ തുടങ്ങി. ഇവർ വളരെ വേഗത്തിൽ തന്നെ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് അവർ പെട്ടെന്ന് തന്നെ അതിലും കുറച്ചുകൂടെ വലിയൊരു ഫെസിലിറ്റി ഉള്ളൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. ഇവരവിടെ ആ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവർ ചെക്ക് ചെയ്ത സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് ഫിറ്റ്സ് പോലെ വന്നിട്ടുള്ളതാണ്, എമർജൻസി ആയിട്ട് കുഞ്ഞിന് CT സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞത് ആ ദിവസങ്ങളിൽ കുഞ്ഞിനെ നേരെ തന്നെ ICUയിലേക്ക് അഡ്മിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം ഇവർ ഈ CT സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു കുട്ടിയുടെ തലയ്ക്ക് കാര്യമായ ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ താഴെ വീണത് കൊണ്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം കൊണ്ടാകാം ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ മാതാപിതാക്കൾ പറയുന്നവർക്ക് അങ്ങനെ ഒന്നും കുഞ്ഞ് വീണിട്ടില്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ക്ഷതം സംഭവിച്ചത് കൊണ്ടാണ് ഇതുപോലെ ഫിറ്റ്സ് വന്നത്. ഡോക്ടേഴ്സ് ഇങ്ങനെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സ്റ്റേജിലേക്ക് കുഞ്ഞിൻ്റെ കണ്ടീഷൻ ഓരോ നിമിഷം മാറിക്കൊണ്ടിരുന്നു. ഇങ്ങനെ അനക്കം പൂർണ്ണമായിട്ട് മാറി, ഇതിനിടയിൽ ബ്ലഡ് കുത്തി വെക്കേണ്ടതായിട്ട് വന്നു. കുഞ്ഞിൻ്റെ ബ്ലഡ് കൗണ്ടും വല്ലാതെ കുറഞ്ഞിരുന്നു. ഇവർ പറഞ്ഞത് ഇവർ ഹോസ്പിറ്റൽ ICUയിൽ കിടക്കുന്ന സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞു എമർജൻസി ആയിട്ട് കുഞ്ഞിനൊരു സർജറി വേണം. അതുപോലെ തന്നെ സർജറി എന്ന് പറഞ്ഞാൽ തലയ്ക്കാണോ സർജറി? തലയ്ക്ക് ക്ഷതമേറ്റത് കൊണ്ട് ഈ കുഞ്ഞിന് സർജറി വേണമെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു ഈ കുഞ്ഞിനെ ഈ ഒരു അവസ്ഥയിൽ സർജറി ചെയ്താലും കിട്ടാനുള്ള അവസ്ഥ വളരെ കുറവാണ്, ജീവനോടെ കിട്ടാനുള്ള സാഹചര്യം വളരെ കുറവാണ്. ആ ഒരു സമയത്താണ് ഈ സഹോദരിയുടെ ഒരു അമ്മായി ബ്ലെസ്സിങ് ടുഡേ കാണുന്നവരാണ്. ബ്ലെസ്സിങ് ടുഡേ കാണാൻ തുടങ്ങിയിരുന്നു. നേരത്തെ ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. നമ്മുടെ പ്രെയർ കോൾ സെന്ററിന്റെ നമ്പർ കൊടുത്തു. പ്രെയർ കോൾ സെന്ററിന്റെ നമ്പർ കൊടുത്തു. ഈ സഹോദരിയുടെ ഭർത്താവ് തന്നെ നേരെ പ്രെയർ കോൾ സെന്ററിൽ വിളിച്ച് അവർ തന്നെയാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് അവിടെ വിളിച്ചത്. മഞ്ജുവിന്റെ ഭർത്താവാണ് അവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചത്. ഭർത്താവ് ചെയ്തൊരു അത്ഭുതം. ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത് വെന്റിലേറ്ററിലേക്ക് കുഞ്ഞിനെ മാറ്റണം എന്ന് പറഞ്ഞിരുന്ന, അതായത് ഒരു ജീവൻ നിലനിർത്താനുള്ള അവസാന മാർഗമാണ് വെന്റിലേറ്റർ. ആ ഒരു അവസാനത്തോടടുത്ത സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു വെന്റിലേറ്ററിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇവർ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിച്ച സമയത്ത് അവിടെയുള്ളവർ പറഞ്ഞിരുന്നു കർത്താവ് അത്ഭുതകരമായിട്ട് കുഞ്ഞിനെ സൗഖ്യമാക്കും. ഇവർ പറഞ്ഞത് ആ പ്രാർത്ഥനയ്ക്ക് ശേഷം കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞിങ്ങനെ കയ്യൊക്കെ ഇട്ട് അടിക്കാൻ തുടങ്ങിയിരുന്നു. അതിനു മുൻപ് ചലനമില്ല, ഒട്ടും തന്നെ ചലനമില്ലായിരുന്നു. പക്ഷെ കർത്താവ് ചെയ്തൊരു അത്ഭുതം, ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് കളിക്കാനും ചിരിക്കാനും തുടങ്ങി. കുഞ്ഞിൻ്റെ അവസ്ഥയ്ക്ക് വളരെ വേഗത്തിലൊരു മാറ്റം വന്നു. അത്ഭുതകരമായിട്ട് ആ കുഞ്ഞിന് ഒരു വലിയൊരു സൗഖ്യം കിട്ടിയെന്നാണ് ഇവർ പറയുന്നത്. അതിനുശേഷം ഇവർ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെയും സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ക്ഷതം വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. ഒരു ഓപ്പറേഷൻ പോലും ഇല്ലാതെ അത്ഭുതകരമായിട്ട് ആ കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് വലിയൊരു സൗഖ്യം കർത്താവ് കൊടുത്തു. മഞ്ജു തന്നെ ഒന്ന് പറയാമോ ഉണ്ടായ ചേഞ്ചസ് ഒന്ന് പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് ശേഷം ഉണ്ടായ ചേഞ്ചസ് ഒന്ന് പറഞ്ഞേ. പിന്നെ അനക്കവേ ഇല്ലായിരുന്നു. ആദ്യം അനക്കമേ ഇല്ലായിരുന്നു. 3 ദിവസം കണ്ണുപോലും തുറക്കത്തില്ലായിരുന്നു. 3 ദിവസം കണ്ണുപോലും തുറക്കത്തില്ലായിരുന്നു. കുഞ്ഞ് ട്യൂബിനകത്തോടായിരുന്നു പാല് വരെയും കുടിച്ചുകൊണ്ടിരുന്നത്. ഓക്സിജൻ കൊടുത്തിട്ടേക്കുമായിരുന്നു. എല്ലാം ചെയ്തിട്ട് ഈ പിഞ്ചു കുഞ്ഞിന് ഓക്സിജൻ കൊടുത്തിട്ട് അവിടെ ആശുപത്രി ചെന്നപ്പോൾ തന്നെ മോൻ വല്ലാണ്ട് സീരിയസ് ആയായിരുന്നു. അവിടെ വെച്ച് തന്നെ 5 തവണ അവന് ജെന്നി പോലെ വന്നു. അതുകൊണ്ട് സീരിയസ് ആയിട്ട് വെന്റിലേറ്ററിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. കൊച്ചിനെ കിട്ടത്തില്ല എന്ന് എൻ്റെ ഹസ്ബൻഡിനോടാണ് പറഞ്ഞത്. അങ്ങനെ ഇച്ചാൻ കരഞ്ഞുകൊണ്ട് മാമിയെ വിളിച്ചപ്പോൾ മാമി പറഞ്ഞു ബ്ലെസ്സിങ് ടുഡേയിലോട്ട് ഉടനെ വിളിക്ക്, എനിക്ക് കിട്ടും, നീ അവിടെ പ്രാർത്ഥിച്ചാൽ മതി, കുഞ്ഞ് രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് കുഞ്ഞ് കണ്ണ് തുറന്ന് എന്നെ നോക്കി എടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ചിരിയില്ലായിരുന്നു. പിന്നെ നുള്ളിയിട്ടൊന്നും അറിയാത്തപ്പോൾ ഡോക്ടറിന് സംശയം തലച്ചോറിന് ക്ഷതം ഏറ്റിട്ടുണ്ടോ, പുറമേ ക്ഷതമുണ്ട് പക്ഷെ ഉള്ളിലോട്ട് ക്ഷതം ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. പിന്നെ വീണ്ടും വിളിച്ചു ബ്ലെസ്സിങ് ടുഡേയിലേക്ക്, പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ കുഞ്ഞ് കരഞ്ഞു.
അതിനു മുമ്പ് ഇഞ്ചക്ഷൻ എടുത്താൽ കരയത്ത് കൂടിയില്ലായിരുന്നു. അത്രത്തോളം പോലും അറിയില്ലായിരുന്നു. മോന് ശരീരത്തിൽ നോവ് അറിയത്തില്ലായിരുന്നു, പിടിച്ചാൽ അറിയത്തില്ലായിരുന്നു, കാലയിലൊക്കെ പിടിച്ചാലൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ മോൻ വീണ്ടും പിന്നെ ചിരിക്കാനും കളിക്കാനും ഒക്കെ തുടങ്ങി. ഡോക്ടർമാർ തന്നെ പറഞ്ഞു പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ് മോനെ തിരിച്ചു കിട്ടിയത്, അല്ലായിരുന്നെങ്കിൽ മോന് ഇത്രയും പെട്ടെന്ന് പോലും ബോധം പോലും കിട്ടില്ലായിരുന്നു. ബോധം പോലും ഡോക്ടർ പറഞ്ഞു അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കാണുന്നുണ്ടായിരുന്നു, അവരെല്ലാം കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് കുഞ്ഞ് തിരിച്ച് ഇത്രയും പെട്ടെന്ന് കിട്ടിയത്. ഞങ്ങൾ എത്രയും തിങ്കളാഴ്ചയാണ് വന്നത് ആശുപത്രിവാസം കഴിഞ്ഞ്. ഇത് ഒന്നാമത്തെ കുട്ടിയാണോ? രണ്ടാമത്തെ കുഞ്ഞാണ്. ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ? ആൺകുഞ്ഞാണ്. മാവിക്ക് എന്താ പറയാനുള്ളത്? ഇത് കേട്ടപ്പോഴേക്കും വിളിക്കാൻ പറഞ്ഞു. ഇത് പറയാൻ കാര്യം എന്താണ്? ബ്ലെസ്സിംഗ് ടുഡേ ഇവരൊന്നും ബ്ലെസ്സിംഗ് ടുഡേ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സ്ഥിരം കാണുന്നുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു, ഓരോ സാക്ഷികൾ പറയുന്നത് കാണുമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഒരു സമയമുള്ളപ്പം കാണും, സമയമില്ലാത്തപ്പോൾ ഉള്ളായിരുന്നു. ഇപ്പം ഭയങ്കരമായിട്ട് വിശ്വാസമാണ്. മോനെ ദൈവവേലയ്ക്കായിട്ട് വിടണമെന്നായിരുന്നു ആഗ്രഹം. മോനെയോ? വളരുമ്പോ മോനെ കർത്താവിന്റെ വേലയ്ക്ക്. അമ്മായി ഒന്ന് പറഞ്ഞേ, അമ്മായി എത്ര നാളായി ഇത് കാണാൻ തുടങ്ങി? വർഷങ്ങളുണ്ടേ കാണുന്നുണ്ട് ഈ പ്രോഗ്രാം. എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. ഞാൻ പറഞ്ഞു എൻ്റെ മോനെ അവന് വെന്റിലേറ്ററിൽ മാറ്റണം എൻ്റെ മോനെ എന്ന് പറഞ്ഞ്. മോനെ എൻ്റെ കുഞ്ഞിനെ കിട്ടത്തില്ല മാമി, വെന്റിലേറ്ററിൽ മാറ്റണമെന്ന്. ഞാൻ പറഞ്ഞു ഇല്ല മോനെ, മക്കൾ വിളി, അവനെ കിട്ടുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ നമ്പർ കൊടുത്ത് വിളിച്ച്, ഞാനും വിളിച്ച് അവനും വിളിച്ച്, രണ്ടുപേരും വിളിച്ചു. 15 മിനിറ്റ് കഴിഞ്ഞപ്പം മാമി എൻ്റെ കുഞ്ഞ് കണ്ണ് തുറന്നെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വിളിച്ച്. അത്ര മാറ്റം അവനിലേയും കണ്ടു. ഞാൻ പറഞ്ഞു ഇനി 7 മണിയാകുമ്പോൾ ഒന്നുകൂടെ വിളിക്കുക, പിന്നെ 10 മണിക്ക് വിളിക്കുക. ഇവൻ പറഞ്ഞപ്പോഴെല്ലാം വിളിച്ച്. അപ്പോൾ ആശുപത്രി വിടുന്നിടം വരെ ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് മോനെ വാർഡിൽ കൊണ്ടുവരണം, അതുവരെ മോൻ വിളിക്കണേന്ന് പറഞ്ഞു. ഞാൻ പറയുമ്പോഴെല്ലാം എൻ്റെ കുഞ്ഞ് വിളിക്കുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയത്. ഇപ്പോൾ ഒരു അമ്മായി പറഞ്ഞൊറ്റ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സന്ദേശം ഇതാണ്. നമുക്കൊരു അനുഗ്രഹം കിട്ടിയെങ്കിൽ, നമുക്ക് യേശു അനുഗ്രഹിക്കുന്നവനാണെന്ന് അറിയാമെങ്കിൽ, ജീവനുള്ളിടത്തോളം ആയുസ്സുള്ളിടത്തോളം യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണം. എത്ര പേർ അതിനൊരു തീരുമാനമെടുക്കും? ഇന്ന് തുടങ്ങി ആ ബ്ലെസ്സിംഗ് ടുഡേ പ്രെയർ ലൈനിൽ, പ്രാർത്ഥനാ ലൈനിൽ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ആ ഒരൊറ്റ വാക്ക് അവരനുസരിച്ചപ്പോൾ കുഞ്ഞിനെ കിട്ടില്ല എന്ന് പറഞ്ഞ, ഒരു ചലനമില്ലാതിരുന്ന കുഞ്ഞിനെ ഇന്ന് ജീവനോടെ കയ്യിലേന്തിക്കൊണ്ട് സാക്ഷികളായി ഇവിടെ നിൽക്കുകയാണ്. ഈ സാക്ഷി ഇനി ലോകത്തിൽ എത്ര പേർ കേൾക്കും? ഹല്ലേലൂയ. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് യേശുവിന് നന്ദി പറയാം. താങ്ക് യു ജീസസ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ മലർത്തിപ്പിടിച്ചുകൊണ്ട് അറിയാവുന്ന വാക്കുകളിൽ ഒന്ന് കർത്താവിന് നന്ദി പറയാമോ? കർത്താവേ, അങ്ങ് ചെയ്ത ഈ അത്ഭുതത്തിനായി നന്ദി പറയാം. ഒരാൺകുഞ്ഞിനെ മരണത്തിൽ നിന്നും വീണ്ടെടുക്കാൻ ഒരു സഹോദരി മറ്റേ സഹോദരിയോട് പറഞ്ഞപ്പോൾ, അനന്തരവളോട് പറഞ്ഞപ്പോൾ, വിശ്വസിച്ചപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ, പലർ ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ, കണ്ണുനീർ തൂകിയപ്പോൾ യേശുവിൻ്റെ കരം ചലിച്ചെങ്കിൽ, ഈ നിമിഷങ്ങളിൽ ഞാൻ കാണുന്നത് ദൈവത്തിൻ്റെ കരം അനേകർക്ക് വേണ്ടി ചലിക്കുകയാണ്. കരയുന്ന അമ്മമാർക്ക് വേണ്ടി, വാവിട്ട് നിലവിളിക്കുന്നവർക്ക് വേണ്ടി, ഹാഗാർ തൻ്റെ കുഞ്ഞിന് വേണ്ടി ശക്തിയോടെ മരുഭൂമിയിൽ ആരും കാണാത്ത സ്ഥലത്ത് വിളിച്ചപ്പോൾ, കണ്ണുനീർ കാണുന്ന, കരച്ചിൽ കേൾക്കുന്ന ദൈവം അവിടെ ഇറങ്ങി വന്ന് ഒരു നീരുറവ് തുറന്നതുപോലെ, രോഗസൗഖ്യത്തിൻ്റെ നീരുറവ്, സാമ്പത്തിക വിടുതലുകളുടെ നീരുറവ്, വിവാഹ ജീവിതത്തിന് വേണ്ട നീരുറവ്, കർത്താവേ ആത്മീയ ജീവിതത്തിന് വേണ്ട നീരുറവ്, ഇതെല്ലാം ഇപ്പോൾ തുറക്കണമേ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അടിമാലി ജൂൺ 10 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. പഞ്ചായത്ത് ടൗൺ ഹാൾ, അടിമാലി. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കട്ടപ്പന ജൂൺ 11 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, കട്ടപ്പന. നമുക്ക് ഈ സമയത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ കൈകൂടെ നീട്ടി ഈ ഓരോ വ്യക്തിയെയും കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ, രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു.
യേശുവിൻ്റെ നാമത്തിൽ. ലിവർ സിറോസിസ് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കരളിൻ്റെ രോഗം മൂലം വയറ് വല്ലാതെ വീർത്തു വരുന്ന ഒരു വ്യക്തി, പൂർണ്ണ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ ത്വക്കിൽ, സ്കിന്നിൽ വന്നിരിക്കുന്ന ചില മാരകമായ രോഗങ്ങൾ, സ്കിൻ ക്യാൻസർ ആകാം, മറ്റെന്തെങ്കിലും ആകാം, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അവർ സൗഖ്യമാകട്ടെ, ഇൻ ജീസസ് നെയിം. അലർജി രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. വിവിധ രീതിയിലുള്ള അലർജികൾ, മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ഒരു സാധ്യതയുമില്ലാത്തവർക്ക് പോലും കർത്താവ് അത്ഭുതം ചെയ്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് തകരാറുള്ള ചില വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. താങ്ക് യു ജീസസ്. ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഏത് രീതിയിലുള്ള ക്യാൻസർ ആണെങ്കിലും സൗഖ്യമാകട്ടെ, ഇൻ ജീസസ് നെയിം. അതുപോലെ ഞരമ്പുകളുടെ തകരാറുകൾ പൂർണ്ണമായും ഇപ്പോൾ തന്നെ വിടുതൽ ലഭിക്കട്ടെ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ലോർഡ്. രക്തക്കുഴലുകൾ അടഞ്ഞു പോകുന്നൊരു രോഗം, പൂർണ്ണമായ സൗഖ്യം ഇപ്പോൾ അവർക്ക് ഉണ്ടാകട്ടെ, ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. ഈ സമയത്ത് 2 കൈകൾ ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിച്ച് നിങ്ങളുടെ പ്രയാസം എന്താണെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുള്ളിൽ വിശ്വസിക്കുക. കർത്താവെ, ഏത് പ്രയാസത്തിലും വിടുതലങ്ങ് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നാളെ അടിമാലിയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നു, മറ്റന്നാൾ കട്ടപ്പനയിൽ നടക്കുന്നു. തീർച്ചയായും ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലേക്ക് വരണം. കർത്താവ് അതിലൂടെ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും. വരുമ്പോൾ എൻ്റെ പ്രാർത്ഥന ഡയറി, ആശിഷുമാരി, വിന്നേഴ്സ് ഫാക്ട് തുടങ്ങിയ പുസ്തകങ്ങൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാം. മാത്രമല്ല വിവിധ സന്ദേശങ്ങളുടെ CD നിങ്ങൾക്ക് ലഭിക്കും. ബുക്ക് സ്റ്റോളിൽ നിന്നും ഇത് ആവശ്യമുള്ളവർക്ക് തപാൽ മാർഗം ലഭിക്കുന്നതാണ്. സ്ക്രീൻ നമ്പറിൽ വിളിക്കുക, വെബ്സൈറ്റ് സന്ദർശിക്കുക. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്നതിനെക്കുറിച്ച് പറയണം. കർത്താവ് അവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.